ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ടും ആവശ്യപ്പെടുന്നു. എന്താണ് നമുക്ക് കളക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ കടന്നു വരാം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നേരെ ബാഹുബലിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ബാഹുബലി ഇറങ്ങി 5 ദിനങ്ങൾ പിന്നിടുകയാണ്. 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അത്ര മികച്ച ഒരു കളക്ഷൻ സിനിമയ്ക്ക് കാണാൻ കഴിയില്ലെങ്കിലും കേരളത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 3 കോടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് 212ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 4,300 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 6,30,000 രൂപയോളം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നലെ 7,52,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒക്യുപ്പൻസി കൂടുതലാണ്. ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു 7 ലക്ഷം രൂപയോളം വരുമെന്നുള്ളത്. എന്താണ് ബാഹുബലി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. റിലീസ് ചിത്രമായിട്ട് വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ, അതായത് അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇവിടെ നമ്പർ 1 ആവുകയാണ് ബാഹുബലി. എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ 2-3 ദിവസങ്ങളിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് തന്നെ വന്നത്. നമുക്ക് നേരെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് വരാം. പെറ്റ് ഡിറ്റക്റ്റീവ് ഇറങ്ങി ഇപ്പോൾ 20 ദിനങ്ങൾ പിന്നിടുകയാണ്. വമ്പൻ റിലീസുകൾക്കിടയിലും മിന്നുന്ന പ്രകടനമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് നേടിയിരിക്കുന്നത്. 325 ഷോകൾ, 5,800ഓളം ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയി. ഇന്ന് 10% ഒക്യുപ്പൻസിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. 8,47,000 രൂപയോളം ഇതിനോടകം തന്നെ സിനിമ നേടിയിരിക്കുന്നു. ഇന്നലെ സിനിമയ്ക്ക് 8,98,000 രൂപയാണ് വന്നത് ട്രാക്കിങ്ങിലൂടെ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10.5 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമേ സിനിമയ്ക്ക് 8,94,00,000 രൂപയാണ് വന്നിരിക്കുന്നത്. എന്തായാലും വമ്പൻ ഹിറ്റായിട്ടാണ് സ്റ്റാർഫുദിൻ്റെ ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. ഏകദേശം 14 കോടിക്കടുത്താണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യൽ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കണക്കുകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും ഒരു ഗംഭീര ചിത്രമായിട്ട് ഇവിടെ ഡയസ് ഹീറോ ഓടുമ്പോൾ അതിനോടൊപ്പം തന്നെ മികച്ച രീതിയിൽ പിടിച്ചു നിൽക്കുന്നു ഈ ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. കാരണം ഫാമിലി ഓഡിയൻസ് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു ഈ ഒരു ചിത്രം എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഡയസ് ഈറെ എന്ന ചിത്രം 5-ാം ദിനത്തിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. 1,328ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 1,24,000 ടിക്കറ്റുകളാണ് ട്രാക്കിങ്ങിലൂടെ വിറ്റുപോയതായി കാണിക്കുന്നത്. ഇന്ന് 32.5% ഒക്യുപ്പൻസിയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് 2,05,31,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 2,25,00,000 രൂപയോളം സിനിമ ഇന്ന് നേടുമെന്നുള്ളത് വീണ്ടും ഉറപ്പായിരിക്കുന്നു. ഇന്നലെ തിങ്കളാഴ്ച 2,61,00,000 രൂപയാണ് സിനിമ ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 2,85,00,000 രൂപയോളമാണ് സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ഗ്രോസ് കളക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് വന്നത്. ട്രാക്കിങ്ങിലൂടെ 18,93,00,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 21 കോടി ആ റേഞ്ചിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ 20 കോടി കടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 50 കോടിയിലേക്ക് എത്തുകയാണ്. 4 ദിവസത്തെ കളക്ഷനായി 44 കോടിയോളമാണ് സിനിമയുടെ വന്ന്. ഇന്നത്തോടെ സിനിമ 47 കോടി 48 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. നാളെ കൊണ്ട് സിനിമ 50 കോടി കയറുന്ന ദിനമായി മാറുമെന്നുള്ളതാണ്. വീണ്ടും ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. പ്രണവ് മോഹൻലാലിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം രാഹുൽ സദാശിവൻ്റെ സ്ഥിരം ഗംഭീരത കാണിക്കുന്ന ചിത്രമായി വരുന്നു. ഇതിന് തൊട്ടു മുമ്പുള്ള ഭ്രമയുഗം സംസ്ഥാന അവാർഡ് നേടി മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം, ഇതെല്ലാം കാഴ്ചവെച്ചിരിക്കുന്ന ഈ ഒരു സിനിമ, ഈ ഒരു ഡയറക്ടറിൻ്റെ സിനിമകൾ വീണ്ടും അങ്ങനെ വരുമ്പോൾ അതിഗംഭീരം ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയായി തന്നെ മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും സിനിമ പ്രതീക്ഷയ്ക്ക് മുകളിലേക്ക് ഉള്ള ലെവലിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 കോടി അടിക്കുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ആ ഒരു റേഞ്ചിലേക്ക് സിനിമ എത്താനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുമുണ്ട്. കാരണം ഒരു ഹൊറർ മൂവിക്ക് ഏറ്റവും വേണ്ട എല്ലാ ചെരുവുകളുമുള്ള ചിത്രം, ഇതുവരെ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൊറർ ചിത്രം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരമായിരിക്കുന്നു എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ള. അത്ര മനോഹാരിതയായിട്ട് ഒരു ഹൊററിനെ പടച്ചു വിട്ടിരിക്കുന്ന ചിത്രം. പഴയ പ്രേതകഥകൾ പോലെയല്ല ഈ ഒരു സിനിമ കാണുന്നത്. ആളുകളെ ഞെട്ടിക്കും, വിറപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു കൊടൂര സിനിമ എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുമുള്ളത്. മറ്റൊരു ചിത്രവും കൂടെ ലോങ് റണ്ണിലേക്ക് എത്തുന്നു. വേറെയൊന്നുമല്ല, ബാൾട്ടി എന്ന ചിത്രം. 40-ാം ദിനമാണ് സിനിമയ്ക്ക് ഇന്ന്. 9ഓളം ഷോകൾ, 407ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 30% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമ 61,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ 1,06,000 രൂപ വന്ന ചിത്രം 7.85 കോടിയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് 9.5-10 കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിലെത്തി എന്ന് തന്നെ പറയാം. എന്തായാലും വിദേശ രാജ്യങ്ങൾ
ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സിനിമ 15 കോടിയോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്താണ് ബാൾട്ടി ഷെയ്ൻ നിഗമിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ചിത്രം അങ്ങനെ കുതിച്ച് 50-ാം ദിനത്തിലേക്ക് നീങ്ങുന്നു. ഡ്യൂട്ട് കേരള ബോക്സ് ഓഫീസിൽ 19-ാം ദിനത്തിലാണ്. 305ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8% ഒക്യുപ്പൻസിയിൽ 33,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഇടിവാണ്. ഇന്നലെ സിനിമയ്ക്ക് ലഭിച്ചത് 68,000ഓളം രൂപയായിരുന്നു. 68,000 രൂപ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്ഡ് ഫൈനൽ ഗ്രോസായി വന്നു. 3,40 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാന്താര 34-ാം ദിനത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. 71ഓളം ഷോകളിൽ നിന്ന് 2,400ഓളം ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോകുന്നു. 17.5% ഒക്യുപ്പൻസിയിൽ സിനിമ 3 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നും നേടിയിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഗ്രോസ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയുന്നു. കേരളത്തിൽ നിന്ന് മാത്രമേ ട്രാക്കിങ്ങിലൂടെ 50,89 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് സിനിമ 58 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. ഒരു OTT റിലീസ് കഴിഞ്ഞിട്ടും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും കാന്താരയ്ക്ക് പോയപ്പോൾ ഒരു 80% ആളുകൾ ഫില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. 900 കോടിയിലേക്ക് സിനിമ എത്തുന്ന ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നൈറ്റ് റൈഡേഴ്സ് ഇന്ന് 12-ാം ദിനത്തിലേക്ക് പോവുകയാണ്. 298 ഷോകൾ 3,082ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 5% ഒക്യുപ്പൻസിയിൽ 4,75,000ഓളം രൂപ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷനിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെയും കളക്ഷൻ. സിനിമ 2,96 ലക്ഷത്തോളം രൂപയാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നത്. അതായത് 3.5 കോടിക്കടുത്ത് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു എന്നാണ് പറയാം. തമിഴ് ചിത്രമായ ആര്യൻ 5-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 195 ഷോകൾ 4,494 ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 10% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 6,38,000 രൂപയോളമാണ്. അതായത് മലയാള സിനിമയേക്കാൾ കൂടുതൽ കിടപിടിച്ച് നിൽക്കുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇന്ന് ട്രാക്കിങ്ങിലൂടെ 6,38,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത്. 36,57,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് 50 ലക്ഷം രൂപ സിനിമ ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി മികച്ച ഒരു വിജയമായി മാറിയിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. OTTയിൽ വന്നിട്ടും സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കാം. 69-ാം ദിനമാണ് ഈ ഒരു സിനിമയ്ക്ക്. 12ഓളം ഷോകളിൽ നിന്ന് 156ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 20,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ 15,000 രൂപയാണ് വന്നതെങ്കിൽ ഇന്ന് കളക്ഷൻ കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഏകദേശം 40,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ. 111 കോടി 32 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. സിനിമ 124 കോടി കടന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. വേൾഡ് വൈഡായിട്ട് സിനിമ 303 കോടി കടന്ന് 304 കോടി ടച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുമാണ്. പാതിരാത്രി 19-ാം ദിനത്തിലേക്ക് ഓടുന്നു. 20ഓളം ഷോകളിൽ നിന്ന് 530-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. സിനിമയ്ക്ക് 15% ഇന്നത്തെ ഒക്യുപ്പൻസി. 73,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ 46,000 രൂപയോളമാണ് സിനിമ നേടിയെങ്കിൽ ഇന്ന് 73,000 രൂപ എന്ന് പറയുമ്പോൾ നേരെ ഡബിൾ കളക്ഷനിലേക്ക് സിനിമ വരുന്നു. ഇന്നലെ 5%-ൻ്റെ അടുത്ത് ഇന്ന് 15%-ലേക്ക് സിനിമ കുതിക്കുന്നു എന്നുള്ളതും കാണാൻ കഴിയുന്നു. 2,10 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസായി പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ. അതായത് 2.5 കോടിക്ക് മുകളിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി വലിയ ഒരു വിജയമായി മാറിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ കളക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് തുടർന്ന് പോകാം. അപ്പോൾ നിങ്ങളുടെ കമൻസുകളാണ് പറയേണ്ടത്. ഇങ്ങനെ എല്ലാ സിനിമകളുടെയും കൂടെ കളക്ഷൻ റിപ്പോർട്ട് ഒരുമിച്ച് പറയുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ